السلام عليكم ورحمة الله. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد صلى الله عليه وسلم وآله وصحبه أجمعين. ബഹുമാനമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ചാലിയാർ സെക്ടർ SSF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അൽഹംദുലില്ലാഹ് റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട് ഈ മാസം സാമൂഹ്യ മാധ്യമം ഉപയോഗിച്ച് നടത്തുന്ന ഹബീബായ തങ്ങളുടെ പ്രകീർത്തന മജ്ലിസ് അല്ലാഹു ഓരോ ദിവസവും നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമുക്ക് അല്ലാഹു അതിൻ്റെ ഹഖ്ഖായ ബർക്കത്ത് ജീവിതത്തിലൊക്കെ നൽകുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർക്കുകയും സ്മരിക്കുകയും ചെയ്യുക എന്നത് ഈ ലോകം നിലനിൽക്കുന്ന എല്ലാ കാലത്തും നിരന്തരമായി ഈ ലോകത്ത് നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. വറഫഅനാ ലക ദിക്റക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറയുന്ന ദിക്ർ, ആ ദിക്റിന് അല്ലാഹുവിൻ്റെ ഖുർആൻ നൽകിയ സ്ഥാനം ഏറ്റവും ഉന്നതമാണ്. വറഫഅനാ ലക ദിക്റക്, നബിയെ, അങ്ങയുടെ ദിക്റിന് നമ്മൾ വലിയ സ്ഥാനം തന്നിട്ടുണ്ട്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം. വറഫഅനാ ലക ദിക്റക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ദിക്റിന് അള്ളാഹു വലിയ ഉയരം നൽകി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹു തആല തന്നെ പഠിപ്പിക്കുന്ന അതിൻ്റെ വിശദീകരണമുണ്ട്. ലാ ഉദ്കറു ഇല്ലാ വതുദ്കറു മഈ, ലാ ഉദ്കറു ഇല്ലാ വതുദ്കറു മഈ. അല്ലാഹുവിനെ എവിടെയൊക്കെ അള്ളാന്റെ അടിമകൾ പറയുന്നുണ്ടോ അവിടെയെല്ലാം അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ പറയണം. അതാണ് വറഫഅനാ ലക ദിക്റക എന്നതിൻ്റെ താല്പര്യം. അല്ലാഹുവിനെ എവിടെയൊക്കെ അല്ലാഹുവിന്റെ അടിമകൾ പറയുന്നുണ്ടോ അവിടെയൊക്കെ പറയും. ചുരുക്കത്തിൽ മുസ്ലിമീങ്ങളുടെ ആരാധനകളിൽ ആ ഹബീബായ തങ്ങളെ അല്ലാഹു തആല മധ്യവർത്തിയാക്കി ഇടയാളനാക്കി നമുക്ക് വെച്ചു തന്നതാണ്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല ഹബീബായ തങ്ങളെ പരിചയപ്പെടുത്തിയത് ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ. ഇന്നാ അർസൽനാക, നബിയെ, അങ്ങയെ നമ്മൾ അയച്ചു, ഷാഹിദൻ, സാക്ഷിയായിട്ട്. ഒരു കാര്യത്തിന് സാക്ഷി നിൽക്കണമെങ്കിൽ ആ കാര്യം അത്രത്തോളം ബോധ്യവും ഉറപ്പുണ്ടാകണം. ഹബീബായ തങ്ങൾ അള്ളാഹുവിനെ നേരിൽ കണ്ട് അള്ളാഹുവിന്റെ സാന്നിധ്യവും കഴിവും ഉറപ്പാക്കിയ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. അതുപോലെ ഒരു കാര്യത്തിന് ഷാഹിദാകണമെങ്കിൽ, സാക്ഷിയാകണമെങ്കിൽ ആ സാക്ഷി നിൽക്കുന്ന ആള് വിശ്വസ്തനായിരിക്കണം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹുവിന്റെ സാന്നിധ്യവും അധികാരവും ഉണ്ടെന്ന് ലോകത്തിന്റെ മുമ്പിൽ സാക്ഷി നിൽക്കാൻ പറ്റിയ സമ്പൂർണമായ വ്യക്തിത്വത്തിന്റെ ഉടമയായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ വളർത്തിയത്. ചെറിയ കുട്ടിയാകുമ്പോഴേ അവിടുന്ന് സത്യസന്ധരായി ഷഹാദത്തിന് പറ്റിയ രീതിയിൽ, സാക്ഷി നിൽക്കാൻ പറ്റിയ രീതിയിൽ ഹബീബായ തങ്ങളെ അല്ലാഹു തആല വളർത്തുകയാണ്. അങ്ങനെയാണ് 40 വയസ്സായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബുവത്ത് വിളംബരം ചെയ്യുമ്പോൾ ആ ജനതയെ മലഞ്ചെരുവിലേക്ക് വിളിച്ചു കൂട്ടിയിട്ട് ആ ജനതയോട് ഹബീബായ തങ്ങൾ ആദ്യം പറഞ്ഞതെന്താണ്? ഈ മലയുടെ പറകിലൂടെ നിങ്ങൾ ആക്രമിക്കാൻ ഒരു വിഭാഗം ആളുകൾ വരുന്നത് ഞാൻ ഇവിടെ വെച്ച് വിളിച്ചു പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ? ഈ മലക്ക് പറകിലൂടെ നിങ്ങളെ ആക്രമിക്കാൻ ഒരു വിഭാഗം വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്ന കാരണം കൊണ്ട് മാത്രം നിങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോ ആ ജനത ഒറ്റയടിക്ക് പറഞ്ഞ മറുപടി, മാ ജറബനാ അലൈക ഇല്ലാ സിദ്ഖാ. കഴിഞ്ഞ 40 കൊല്ലക്കാലം കളവും തിന്മയും തമ്മാടിത്തരങ്ങളും പൈശാചികതയും നഗ്നനൃത്തം ചവിട്ടുന്ന മക്കയുടെ മരുഭൂമിയിൽ അങ്ങ് ജീവിച്ചിട്ട് മാ ജറബനാ അലൈക ഇല്ലാ സിദ്ഖാ, ഒരു സത്യമല്ലാത്ത സംഗതിയും അങ്ങയിൽ നിന്ന് ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ അല്ലമീൻ. അതുകൊണ്ട്
നിങ്ങളൊരു വാർത്ത പറഞ്ഞാൽ ഞങ്ങളത് വിശ്വസിക്കുന്നതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ചോദ്യം ചോദിച്ചത് എന്തിനാ? എന്നെ ഷഹാദത്തിന് പറ്റുമോ, സാക്ഷി നിൽക്കാൻ പറ്റുമോ? ഒരു കാര്യത്തിന് ഞാൻ സാക്ഷി നിന്നാൽ നിങ്ങളത് സ്വീകരിക്കുമോ? ഇന്നാ അർസൽനാക ഷാഹിദാ, ഷാഹിദായിട്ടാണ് എന്റെ റബ്ബ് എന്നെ അയച്ചത്, എന്നെ വളർത്തിയത്, എന്നെ പിറവെ ജനിപ്പിച്ചത്. അതുകൊണ്ട് ആ ഷാഹിദായി എന്നെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ എന്റെ കഴിഞ്ഞ 40 കൊല്ലക്കാലത്തെ ജീവിതം നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടോ? ജനങ്ങളെ, ഈ ചോദ്യത്തിന് ജനങ്ങൾ ഒന്നടങ്കം പറഞ്ഞത് നിങ്ങൾ ഷാഹിദാകാൻ പറ്റിയ വ്യക്തിത്വമാണ്. അതിന്റെ ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ജനതയോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രഖ്യാപനം നടത്തുന്നത്. ഈ പ്രപഞ്ചത്തിനൊരു ശക്തിയുണ്ട്, ഒരു സൃഷ്ടികർത്താവുണ്ട്. ആ സൃഷ്ടികർത്താവ് അള്ളയാണെന്ന് ഞാൻ സാക്ഷി നിൽക്കുന്നു. അത് നിങ്ങളുടെ മുന്നിൽ ഷാഹിദാകാൻ പറ്റിയ റസൂലാണ് ഞാനെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഇങ്ങനെയാണ് ഹബീബായ തങ്ങളെ ലോകത്തേക്ക് അള്ളാഹു കൊണ്ടുവന്നത്. ആ ഹബീബായ തങ്ങളുടെ സുന്നത്ത്, അവിടുത്തെ സ്വഭാവ ഗുണങ്ങൾ, അവിടുത്തെ മാതൃകകൾ ഇത്തിബാ ചെയ്ത് ജീവിക്കാൻ റബീഉൽ അവ്വലിലെ ഈ മജ്ലിസുകളൊക്കെ നമുക്ക് കാരണമാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യത്തിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അള്ളാഹു നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. ഇതിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, സ്നേഹജനങ്ങൾ, സഹകാരികൾ, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും ഖൈറും നൽകുമാറാവട്ടെ. ഷർറുകളൊക്കെ അള്ളാഹു നമ്മിൽ നിന്ന് തട്ടി നീക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. بسم الله الرحمن الرحيم എന്ന വാക്യത്തിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.